ഒരു കാലത്ത് ദേവന്മാരും അസുരന്മാരും വളരെ ക്ഷീണിതരായി. അവർക്ക് ശക്തിയും അമരത്വവും നൽകുന്ന അമൃതം വേണമെന്നായപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉപദേശത്തോടെ അവർ ചേർന്ന് ക്ഷീരസമുദ്രം മഥനം ചെയ്തു. ദിവസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അമൃതകുംഭം പുറത്തേക്കുയർന്നു. ദേവന്മാരും അസുരന്മാരും അതിനായി പൊരുതി. അമൃതകുംഭം കൈവശം വെച്ച് ദേവഗുരു ബ്രഹ്മസ്പതി ആകാശത്തിലൂടെ പറക്കുമ്പോൾ അമൃതത്തിൻ്റെ 4 തുള്ളികൾ ഭൂമിയിലെ പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നീ സ്ഥലങ്ങളിൽ വീണു. കാലം കടന്നുപോയി. ആ തുള്ളികൾ വീണ സ്ഥലങ്ങൾ പുണ്യഭൂമികളായി മാറി. ഓരോ 12 വർഷത്തിലൊരിക്കൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അന്നത്തെ പോലെ തന്നെ ചേരുമ്പോൾ ആ സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നദിയിലിറങ്ങി സ്നാനം ചെയ്യുന്നു. അവർ വിശ്വസിക്കുന്നു, ഇത് ശരീരത്തിൻ്റെ മാത്രം ശുദ്ധിയല്ല, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധിയാണ്. അങ്ങനെ അമൃതകുംഭത്തിൻ്റെ ഓർമ്മയായി ജനങ്ങൾ കൂടിച്ചേരുന്ന ആ മഹോത്സവമാണ് കുംഭമേള.